കൂനൂർ ടോയ് ട്രെയിൻ നമുക്ക് കാണാം മക്കളെ. ഏകദേശം മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗത്തിൽ മാത്രം സഞ്ചരിക്കുന്നതിനാൽ ടോയ് ട്രെയിൻ ടിക്കറ്റ് വാരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ക്ലാസ് ഓഫ് ട്രാവൽ. 1908 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. അതുണ്ടോ വന്നത് നേരെ ഒരു കൊമ്പന്റെ മുന്നിലിട്ടോ. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മള് ഇന്ന് പോകുന്നത് മസനഗുഡി വഴി ഊട്ടിയിലോട്ട് കേട്ടോ. നിങ്ങൾ കാണാത്ത ഒരുപാട് ചെക്കന്മാർ ഇപ്പൊ നിലവിൽ നമ്മളെ വ്ലോഗിൽ നമ്മളെ ഈ ഒരു ട്രിപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവനെ പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, ഏകദേശം 5 വണ്ടി കൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ വരെ എത്തിയിട്ടുള്ള ഒരു കാഴ്ചകളായിരിക്കും നിങ്ങൾ ആദ്യം കാണുക. ഇവിടുന്ന് ശേഷമുള്ള വീഡിയോ നമുക്ക് വഴിയെ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ട ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടുവരും. അപ്പൊ ഇവിടുന്നുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് പിന്നീട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, റെഡി. രാവിലത്തെ തണുപ്പിൽ നല്ല ചൂട് ചായ അടിച്ച് എണ്ണ ഫില്ലാക്കാൻ നമ്മള് ഗൂഡല്ലൂർ എത്തിയപ്പോ പമ്പിൽ കയറിട്ടോ. ഒന്നും നോക്കണ്ട, ഫുള്ളാക്ക്. കുടിച്ചോ. കാരണന്മാർക്ക് കുറച്ച് കൊടുത്താ നിങ്ങളടിച്ചിട്ടുണ്ടോ? പുലർച്ചക്ക് നല്ല മഴയും വെള്ളമൊക്കെ പെയ്തതുകൊണ്ടായിരിക്കാം നല്ല കോടിയും അതുപോലെ തന്നെ തണുത്ത കാറ്റും. ഈ ഒരു മോർണിംഗിലൊക്കെ ഇങ്ങനെ ബൈക്ക് കൊണ്ട് പോകുന്നൊരു ഫീല് അത് വേറെ തന്നെ. ഗൈസ്, നമ്മളങ്ങനെ ഓടിച്ചിട്ട് മുത്തങ്ങ ഫോറസ്റ്റിൽ കയറിട്ടോ. മുത്തങ്ങ ഫോറസ്റ്റിൽ ഈ രാവിലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ആന അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളൊക്കെ കാണാൻ പറ്റൂട്ടോ. ഏത് സമയം നമ്മൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോഴും മാനിനെ കാണാൻ പറ്റുന്നതാണ്. മാനിന് ഒരുപാട് കൂട്ടമായിട്ട് ഒറ്റയും തെറ്റൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുട്ടോ. അവസാന ഫോറസ്റ്റിന്റെ എൻഡ് വരെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. മൃഗങ്ങളെ കാണാൻ പറ്റുന്ന പറഞ്ഞ് വന്നത് നേരെ ഒരു കൊമ്പന്റെ മുന്നിലിട്ടോ. എന്റെ മുത്തേ നിക്കണമൊക്കെ ജി. കള്ളനായി ബോസ് പറഞ്ഞ പോലെ തന്നെ പഞ്ചറൈസാണ്. ഓനെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പഞ്ചറാവുന്നല്ലോ പറഞ്ഞ്. ഏതാ നായി അവൻ്റെ ഒരു നാവേ സീനില്ല. അവർ നോക്കാം, പോയോക്ക ഉണ്ടാവും, സാധനം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പോയോക്ക മസനഗുഡിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിലാട്ടോ നമ്മുടെ ചെറുക്കൻ്റെ ടയർ പഞ്ചറായത്. ബാക്കിയുള്ള വണ്ടിയൊക്കെ ഓക്കെയാണ്. 4 വണ്ടി ആട്ടോ വണ്ടി ഉള്ളത്. പാച്ചുവിന്റെ വണ്ടി പഞ്ചറായതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെ പോകുന്നത്. അതും കാട്ടിലൂടെ ആകുമ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു പോകാം. നേരത്തെ ബോസിന്റെ കാര്യം പറഞ്ഞില്ലേ, ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈഡിലൊക്കെ എപ്പോഴും പങ്കെടുക്കുന്ന ഒരാളാട്ടോ, എപ്പോഴും ഉണ്ടാകുന്ന ആളാണ്. അവന് ഗ്രൂപ്പിൽ നമ്മൾ ഈ ഒരു റൈഡ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അവന് ഗ്രൂപ്പിൽ വന്നിട്ട് എന്നെ കൊണ്ടുപോകാതെ പോയി കഴിഞ്ഞാൽ അവിടെ ടയറൊക്കെ പഞ്ചറാകും, അതാണ് ഇതാണൊക്കെ പറഞ്ഞാട്ടോ. മുംബൈയിലാണ്, എന്തോ പർച്ചേസിങ്ങിലൊക്കെയാണ് ഷോപ്പിന്റെ. ഇതാട്ടോ വീണ്ടും ആനയോട് ആന. നമ്മളെപ്പോഴും റൈഡിൽ പോകുമ്പോൾ ആനയോട് ആനയൊക്കെ കണ്ടോ ഗൈസ്? കാണുന്നു 2 കൊമ്പൻ സാധനം. ഞങ്ങൾ അതിനെ പിടിക്കാനുള്ള പരിപാടിയാ മലപ്പുറത്ത് കൊണ്ടുപോയി. ആന കുളിക്കണോക്ക, ആന കുളിപ്പിക്കുന്ന കാഴ്ചയപ്പോ നിങ്ങൾ കണ്ടോണ്ടിരിക്കണേ. ഇതാക്കണോ ഇവിടെ ടൗണാണ് വരുന്നത്. അപ്പൊ അവിടുന്ന് നോക്കാം ഗൈസ്. അങ്ങനെ കാട്ടിലൂടെ മെല്ലെ ഓടിച്ചു വന്ന് നമ്മൾ മസനഗുഡി ടൗണിൽ എത്തിട്ടോ. ടൗണിൽ എത്തിയപ്പോ ഇതേപോലെ പഞ്ചർ ഒട്ടിക്കുന്ന കടയിലെത്തിയപ്പോൾ ടയർ അവർ അയക്കൂല. ടയർ അവര് ചെക്കന്മാരനെ അയച്ചാണ് കേട്ടോ. ടയർ പഞ്ചർ ഒട്ടിച്ച് തെറ്റായി. പക്ഷെ എന്താ വെച്ചാൽ ടയർ തിരിച്ചു കൊടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഇപ്പൊ നമ്മളെ ചെക്കന്മാർ. രാവിലെ തന്നെ റൈഡ് ആയതുകൊണ്ട് ചെക്കന്മാർ കടന്നുറങ്ങും കേട്ടോ. ഞാൻ കുറച്ചു നേരം കടന്നുറങ്ങി. അപ്പത്തിനൊക്കെ സെറ്റ് ആയിക്കണു ഏകദേശം. സെറ്റല്ലേ? സെറ്റാണ്. ഞായറാഴ്ച അല്ലേ? ഷോറൂം നമ്മുടെ വർഷാപ്പേരുണ്ട് കേട്ടോ അപ്പുറത്ത് നിൽക്കണത്. നാട്ടിൽ നിന്ന് 4 വണ്ടി കൊണ്ട് പോകുന്നതാണെങ്കിലും ഇവിടെ എത്തിയപ്പോ 5 വണ്ടിയായിട്ടോ. നാട്ടിലെവിടെ എന്നുള്ള ഒരൊറ്റ ചോദ്യത്തില് നമ്മളെ ഗ്യാങ്ങില് അവനും ചേർന്നു. നമ്മൾ ഊട്ടിന്ന് മേട്ടുപ്പാളയം കൂനൂർ റൂട്ടിലാട്ടപ്പോ നിലവിലുള്ളത്. അപ്പോ എന്താണ് ഊട്ടിന്റെ അവസ്ഥ? ഊട്ടിന്റെ അവസ്ഥ എന്താ? നല്ല പെരും ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ്. നല്ല ക്രൗഡ് ഉണ്ട്. ബൈക്കേറ്റ് വന്നിട്ട് 1 മണിക്കൂറോളം പോസ്റ്റായി. അപ്പൊ കാറായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു 3-4 മണിക്കൂർ പോസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഒന്ന് സീസൺ ടൈം ആവുക മാത്രല്ല വീക്കെൻഡ് കൂടിയാണ്. നമ്മളൊരു ഞായറാഴ്ച ദിവസമാണ് ഇപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. 5 ബൈക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിലൊരാൾ മിസ്സിംഗ് ആണ്, അവിടെ കുടുങ്ങി കിടക്കാണ്, ഇപ്പോഴും എത്തിയിട്ടില്ല ആള്. അപ്പൊ അതിന്റെ ഒരു ജീലിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ നിലവിൽ ഒരു 12:30 ആ ഒരു സമയത്ത് ഒരു കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. ഈ ഒരു മേട്ടുപ്പാളയം റൂട്ടിലല്ല ഇപ്പൊ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം അല്ലേ? അല്ലേ? നമ്മൾ നാട്ടിൽ നിന്ന് എത്ര വണ്ടി ഉണ്ടായിരുന്നു? 4 വണ്ടിയായിട്ട് പോകുന്നത്. ഒരാള് വന്ന് പുതിയതായിട്ട് കിട്ടിട്ടോ, ചെറുക്കാം മുത്ത് വരുന്ന വണ്ണക്കാരനാ. ഇതാണ് ഇവര് ആ ബ്ലോക്കിൽ പെട്ട് ഇതാക്കണോ. ഇതേപോലെ ഒരുപാട് കണ്ണാ പീസ് ഇങ്ങനെ പോണാണ്. എന്താണ് ചങ്കേ നിങ്ങൾ ആരെയും ലൊക്കേഷൻ മുട്ടുന്നത്?
ലൊക്കേഷൻ വിട്ടെടുത്തോ? അപ്പൊ നമ്മള് പോകുന്നത് കൂനൂർ കേട്ടോ. കൂനൂർ പോയി കഴിഞ്ഞാല് ആദ്യം സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഏതാ? ആദ്യം കൂളൂരെത്തും. കൂളൂരിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടോയ് ട്രെയിൻ ഉണ്ടല്ലോ, മേട്ടുപ്പാളയം ടു കൂണൂർക്കുള്ള ടോയ് ട്രെയിൻ ഉണ്ട്. ആ ടോയ് ട്രെയിൻ കാണാൻ പറ്റും. അതിൽ കയറാൻ പറ്റൂല, കയറണമെങ്കിൽ നമ്മള് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. മറ്റേ ഇത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം. രാവിലെ ഒക്കെ വന്നു വെച്ചാൽ മേട്ടുപാളയത്ത് നിന്ന് ഇങ്ങോട്ട് ട്രെയിൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിന് മുന്നേ പോയിട്ടുണ്ടോ? അവരോട് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ മേട്ടുപാളയത്ത് നിന്ന് ഊട്ടിക്ക്. എന്താണ് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് അടിപൊളിയാണ്. പക്ഷെ പതുക്കെ പോവുള്ളൂ, നമുക്ക് എല്ലാം ആസ്വദിക്കാം. പിന്നെ ഒരു മറ്റേ തുരങ്കണ്ടല്ലോ, തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടി ആ കാണുന്ന ഇതാണ് കേട്ടോ. ഇത് കൂടിയാണ് പോകുന്നത്. നമ്മളിപ്പോ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിരുന്ന ആ റൂട്ടിലൂടെയാണ് ഇപ്പോൾ നിലവിൽ അതിന്റെ റെയിൽപാളം കേരളമൊക്കെ കാണാം. നിങ്ങൾക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണൂല, കുറച്ച് അകലെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് കാണിച്ചിടാത്തത്. നമുക്ക് അടുത്തുനിന്ന് കാണാം. അതെ, അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് മേട്ടുപ്പാളയം വഴി കോയമ്പത്തൂർക്ക് കടക്കാം. അല്ലാതെ നമുക്ക് അവിടുന്ന് തന്നെ അട്ടപ്പാടിയിൽക്കും കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. മലപ്പുറം ഭാഗത്തുള്ളവർക്ക് അട്ടപ്പാടി, പെരിന്തൽമണ്ണ, മണ്ണാർക്കാട് അവിടെ അട്ടപ്പാടി കൂടെ പോയാല് അട്ടപ്പാടിയത്തെ ക്ലൈമറ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ നിലവിൽ വന്നിട്ടുള്ള റൂട്ട് എന്ന് പറഞ്ഞാ നേരെ നിലമ്പൂര്, നാടുകാണി, മസനഗുഡി വഴി ഊട്ടിലൂടെ എത്തിയാണ് അല്ലേ? നല്ല വ്യൂ ഉണ്ട്. പക്ഷെ എന്താ, ഈ ടൈമിൽ വീക്കെൻഡ് ആയതുകൊണ്ട് ഈ ടൈമിൽ വന്ന നല്ല ട്രാഫിക് കിട്ടാൻ നല്ല. അതെ, പ്രത്യേകിച്ച് ഊട്ടിക്ക് വരുന്നവർ ശ്രദ്ധിക്കട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡൻ ഒന്നും അടുക്കാൻ പറ്റില്ല. അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച തിരിച്ചു പോകാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കുറച്ചേലും സമയം എടുക്കുന്നുണ്ട്. അപ്പൊ കാറിലൊക്കെ കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ആൾക്കാർ പറഞ്ഞാൽ ഇങ്ങനെ പോണോടത്ത് ഇങ്ങനെ ഫ്ലവർ ഷോ കാറിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അതിന്റെ ഒരു ക്രൗഡ് ഉണ്ട് അല്ലേ? അതെ. അടുത്തത് പിടിക്കാൻ പോകുന്നത് എന്താണ്? കൂനൂർ ടോയ് ട്രെയിൻ. നമുക്ക് കാണാം മക്കളെ. അപ്പൊ നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് എവിടെയാണ് പറയാ? നമ്മള് കൂനൂര് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇതാണ് ട്രെയിന്. നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ കേറുക, നേരെ മേട്ടുപ്പാളയം പോയി ഇറങ്ങാം. ഇവിടുന്ന് അങ്ങോട്ടാണോ? കൂനൂര് ടു ഊട്ടിയാണോ? അല്ലല്ല, ഇവിടുന്ന് കോയമ്പത്തൂർ ടു ഊട്ടി. മേട്ടുപ്പാളയം ഊട്ടിക്കില്ല. കൂനൂർ ടു മേട്ടുപ്പാളയം, മേട്ടുപ്പാളയം ടു കൂനൂർ. അങ്ങനെയാണല്ലേ? സീസൺ ടൈമും കേരളമൊക്കെ ആണെങ്കിൽ ആ ഒരു സൈറ്റ് കയറിയിട്ട് ബുക്ക് ചെയ്യണം. ഇതാണ് ആ ഒരു ടോയ് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഡീസലിനാ കൽക്കരിക്കടാതെ ഓടണേ. അത് ഡ്രൈവറോടെ കണ്ടിരുന്നു. അറിയില്ല എനിക്ക്. ഞാൻ എന്താ അതിന്റെ ഇഞ്ചനോ? അപ്പൊ എന്താണ് അറിയില്ലേ? വിജു പോയതല്ലേ? അപ്പൊ അത് എന്തിനാണ് ചോദിച്ചിട്ട് പറഞ്ഞു കേട്ടോ. എനിക്ക് കൽക്കരി ആണെന്ന് തോന്നുന്നു കേട്ടോ. അറിയുന്നവർ കമന്റ് ചെയ്യൂ. ഇതല്ല, ആളുകൾക്ക് കാണാൻ പറ്റും. മറ്റേ ഡീസലിന്റെ എഞ്ചിനാണ്. ഇവിടെ വേറൊരു എഞ്ചിൻ വരും, അതായത് ഈ കൽക്കരി. ഇത് ഡീസൽ കൽക്കരിയുടെ എഞ്ചിൻ വരും. അത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ കാണുമ്പോൾ ഫുള്ള് പുകയെ കാരണം. അപ്പൊ അതല്ലേ ഞാൻ ചോദിച്ചത്, കൽക്കരിയാണോ ഓടുന്നത് ഡീസലാണോ ഓടുന്നത്? ഇത് ഡീസലാണ്. കൽക്കരിക്കുള്ള തല വരാണ്ട് അത് വരുമ്പോ ഇവിടെ ഫുള്ള് പുകയക്കാരം. അപ്പൊ ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ഭയങ്കര അതിന്റെ ഇതാണ് ഈ പോണതൊക്കെ. കൽക്കരിന്റെ പോണതാണ്. അതൊരാൾ ബാക്ക് ചെയ്തിട്ട് കരിക്കരിനെ കുത്തിട്ട് ഉണ്ടോ? പിന്നെ കൽക്കരി ആരട്ടോട് ചാടുവോ? ഒന്ന് കാണാൻ തോന്നുന്നുണ്ട്. കാണാൻ പറ്റുമോ? കണ്ടിട്ട് പോലെ കണ്ടിട്ട് പോവാം. അധികം ആളും ഊട്ടിയിൽ വന്നിട്ട് ഈ ഒരു സ്പോട്ട് അധികം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാറില്ല. ഒരുപാട് ആളുകൾക്ക് അറിയും. ബൊട്ടാണിക്കൽ ഗാർഡ്, അതേമാതിരി മൊട്ടക്കുന്ന്, ഇതൊക്കെ കേറിയിട്ട് കുറച്ച് കുതിര സവാരി നടത്തി ഒറ്റ പോലെ വരണോ? ഒരു വെറൈറ്റി കാണണം. അല്ല പിന്നെ അല്ലേ? പിന്നെന്താ ഇവിടെ അത്രയും തിരക്കുള്ള സ്ഥലത്ത് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു മനുഷ്യണ്ടോ? വരില്ല. പക്ഷെ ഇത് അത്രയും കാണേണ്ട ഒരു സംഭവമാണ്. ഇത് ഡീസൽ എഞ്ചിനാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പട്ടിക്കാട് ഭാഗങ്ങളിലൊക്കെ ഡീസൽ മാറ്റിയിട്ട് ഇലക്ട്രിക് ആക്കിയിട്ടുണ്ട്. ഡീസൽ എഞ്ചിന് കാണാനായിരിക്കും ആളുകൾ ഇനി ഓട്ടം. കൂനൂർ റെയിൽവേ സ്റ്റേഷൻ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേഷനിലൂടെ പോകുന്ന ടോയ് ട്രെയിൻ എന്ന് നാട്ടുകാര് വിളിക്കുന്ന നീലഗിരി മൗണ്ടൻ റെയിൽവേ 1908 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. തമിഴ്നാട് സംസ്ഥാനത്തെ പട്ടണങ്ങളായ മേട്ടുപ്പാളയം, ഊട്ടി എന്നിവയെ ബന്ധിപ്പിക്കുന്ന മലയോര തീവണ്ടിപ്പാതയാണ് ഇത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇത് നീലഗിരി മലമുകളിലൂടെ നിർമ്മിച്ചിരിക്കുന്ന തീവണ്ടിപ്പാതയാണ്. ഏകദേശം മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗത്തിൽ മാത്രം സഞ്ചരിക്കുന്നതിനാൽ ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ തീവണ്ടിപ്പാതയാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 330 മീറ്റർ ഉയരത്തിലുള്ള മേട്ടുപ്പാളയത്തിൽ നിന്ന് 46 കിലോമീറ്റർ അകലെ, സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്റർ ഉയരത്തിലുള്ള
ഊട്ടിയിലേക്കാണ് 4.5 മണിക്കൂർ സമയമെടുത്ത് ഈ വിനോദസഞ്ചാര തീവണ്ടി സഞ്ചരിക്കുന്നത്. നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലൊക്കെ കൂനൂർ ടു ഊട്ടി ടോയ് ട്രെയിനിലൊക്കെ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ സീസൺ ആകുന്ന സമയത്ത് ടിക്കറ്റ് ചാർജ് കൂടുവോ അല്ലെങ്കിൽ സീസൺ അല്ലാത്ത സമയത്ത് കുറയോ എന്ന് എനിക്കറിയില്ല. ഗൂഗിളിൽ കൂനൂർ ടു ഊട്ടി ടോയ് ട്രെയിൻ ടിക്കറ്റ് പ്രൈസ് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ദ പ്രൈസ് ഫോർ എ കൂനൂർ ടു ഊട്ടി ടോയ് ട്രെയിൻ ടിക്കറ്റ് വാരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ക്ലാസ് ഓഫ് ട്രാവൽ. ഫസ്റ്റ് ക്ലാസ്സിന് ഏകദേശം 550, അതുപോലെ തന്നെ സെക്കൻഡ് ക്ലാസ്സിന് 125 നമുക്ക് കാണുന്നത് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. നല്ല മഴയും കയറലൊക്കെ പെയ്തിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കാം, അതുപോലെ തന്നെ ലെവലാണ്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? എന്നാ എന്താ ഉള്ളത് പറഞ്ഞേ? എന്താ ഉള്ളത് ഇവിടെ? പൊറോട്ട എന്ത്? ഹോട്ടലിന്റെ പുറത്ത് നല്ല മഴയും നല്ല കോടിട്ടോ. ഈ കാണുന്ന ഒരു കാഴ്ച നോക്കിന്റെ മുത്തേ, ഇവിടുന്ന് നമ്മൾ പോകുന്നത് നേരെ അട്ടപ്പാടിയിലോട്ട് ചാടുന്ന മുള്ളി വഴിയല്ല കേട്ടോ. മുള്ളി വഴി അല്ലാത്ത വേറെ റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെ വെച്ച് പിടിക്കാൻ വേണ്ടി പോവാണ്. ഫുള്ള് കാടിന്റെ ഉള്ളിൽ കൂടിയാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്. ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ അങ്ങോട്ടാണ് പിടിക്കുന്നത്. ഇത് 2 പാർട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുക. അടുത്ത വീഡിയോ ആയിരിക്കും അട്ടപ്പാടിയിലോട്ട് കിടക്കുന്ന കാടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഒരു കാഴ്ച. വമ്പൻ കാട്ടിലേക്ക് പ്രവേശിക്കും മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് നമുക്ക് കിട്ടും. ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഭയങ്കര സീനാന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മൾ ആ ഒരു ചെക്ക് പോസ്റ്റിലെത്തി നമ്മളോട് പൈസ ഒക്കെ ചോദിച്ചിട്ടോ. ഇതാണ് പൈസ ചോദിക്കണ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന വീഡിയോ ആണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ടത്. അമ്മാതിരി സീരിയസ് കാഴ്ചയാണ്. ഞങ്ങൾ യാത്ര തുടരുന്നു, നിങ്ങളും കൂടെ ഉണ്ടാവണം കേട്ടോ.